ഓ, ശ്രീകണ്ഠേശ്വരൻ സഹായിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. പക്ഷെ പൊന്നമ്മേ, ഈ സ്വത്തുക്കളൊക്കെ കുഞ്ഞിന്റെ പേർക്ക് കടലാസിലാക്കിയതുകൊണ്ട് നമുക്കെന്ത് ഫലം? ആണല്ലോ ഇപ്പോഴും ഇവിടുത്തെ സർവാധികാരി. എന്തോന്ന് അധികാരിയായാലും എന്താണെന്നാ 10,000 കണക്കിന് ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ചോർന്ന് ഒടുവില് ഞാൻ ഒന്നും പറയണില്ല. ജീവന്റെ ജീവനായിട്ട് സ്നേഹിച്ചിരുന്ന ഈ കുഞ്ഞറിയാണ്ടല്ലേ ആദ്യത്തെ 10,000 മോട്ടിച്ചത്. അതിന് എന്ത് വേണമെന്നാണ് അമ്മാവൻ പറയുന്നത്? കുഞ്ഞിനോട് പറയാനുള്ളത് ഞാൻ പറയട്ടോ പൊന്നമ്മേ. വേറെ ആരെയെങ്കിലും മാനേജറായിട്ട് വെക്കണം. കുഞ്ഞറിയാതെ ഒരു നയാ പൈസയും കൂടെ തുടരുതെന്ന് ഒരു പുതിയ നിബന്ധനയും വെക്കണം. അതിനി വേറെ ആരെങ്കിലും എന്തിനാ? ഇത്രയും കാലം ചേട്ടനല്ലേ നോക്കിയത്, അതുപോലെ ചേട്ടനങ്ങ് നോക്കിയാ പോരെ? ഓ, ഞാൻ വൃദ്ധനായില്ലേ. ഇപ്പൊ പണ്ടത്തെ പോലെ മലയൊന്നും കേറാൻ വയ്യ. എന്നാ രഘുവിന് ഇങ്ങോട്ട് വിളിക്കും. അവനാവുമ്പോ നമ്മുടെ സ്വന്തമാണല്ലോ. അയ്യോ, രഘുവിന് ഉയർന്നൊരു ജോലിയുണ്ട്, പോരെങ്കിൽ നല്ല ശമ്പളവും ഉണ്ട്. പിന്നെ പൊന്നമ്മ നിർബന്ധിക്കുകയാണെങ്കിൽ ആ ജോലി കളയാൻ പറയാം. രാധക്കുഞ്ഞ് എന്ത് പറയണം? എനിക്ക് പറയാനൊന്നുമില്ല. ഇനിയെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാ മതി. ഓ, ഇനി പേടിക്കണ്ട. രഘുണ്ട്, പോരെങ്കിൽ ഞാനുണ്ട്, എല്ലാം ശരിപ്പെടുത്താം.